അപ്പോൾ ഇന്ന് ഈസ്റ്ററാണ്. അപ്പോൾ ഈസ്റ്റർ നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്. അപ്പം നമ്മളുടെ ഫ്രണ്ട് ഇപ്പം അകത്ത് പോയിട്ട് ഇപ്പം തിരിച്ച് വരും മുകളിലത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയിൽ പോകും. അപ്പോൾ പള്ളിയിൽ പോയിട്ട് തണുപ്പ് മാറിയതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ സൈക്കിളൊക്കെ എടുത്ത് വെളിയിൽ പോകുന്നു. പിന്നെ നമ്മളും കുറച്ച് നേരം മുകളിൽ നിൽക്കുന്നുണ്ട്. അവൾ വരുമ്പോഴത്തേക്കും നമ്മൾ അവളുടെ കൂടെ വിളിച്ചുകൊണ്ട് നമ്മൾ പള്ളിയിൽ വരെ പോയിട്ട് വരും. ഇപ്പം നമ്മൾ ഇറങ്ങി തോന്നുന്നു. അയ്യോ നമ്മൾ പോയിട്ട് വന്നിട്ട് പള്ളിയിൽ ഇന്ന് എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയില്ല. എന്നാലും പോയി നോക്കാമെന്ന് വിചാരിക്കും. നമ്മളിപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ചേച്ചിയായിരുന്നു. എന്നിട്ട് നമ്മളുടെ ഇവിടെ പഠിച്ച് നമ്മുടെ സീനിയർ കേട്ടോ. ഓക്കെ ഓക്കെ മാങ്ങ കേക്ക് ഞാനിപ്പോഴാണ് കാണുന്നത് കേട്ടോ. അപ്പം പള്ളിയിൽ ഇന്ന് എന്താ ഉണ്ടാകുമെന്ന് അറിയില്ല, നോക്കാം. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ വലിയ പള്ളിയിലാണ് നമ്മൾ വരുന്നത്. പിന്നെ ഇവിടെ സാധാരണ ഷാളില്ലാതെ കയറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനിന്ന് ഷാൾ എടുക്കാനും പറഞ്ഞു, നോക്കാൻ കയറ്റുമില്ലെന്ന്. പിന്നെ പള്ളിയിൽ പോയതിന് ശേഷം ഈസ്റ്റർ ആണല്ലോ, ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഷോപ്പ് ചെയ്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ബിരിയാണിയോ ഇത് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് നമ്മൾ പള്ളി കഴിഞ്ഞിട്ട് ലെന്തേ പോകും. അപ്പം ഓക്കെ നമുക്ക് ഇന്നൊരു മെഡിറ്റേഷൻ സെൻറ്ററിൽ നമ്മൾ പോയപ്പോൾ നമുക്കൊരു ഈസ്റ്റർ ഗിഫ്റ്റ് എന്ന് വേണേൽ പറയാം കിട്ടി. അപ്പം നമുക്കിന്ന് സെൻറ്ററിൽ പോയപ്പോൾ മീൻസ് മെഡിറ്റേഷൻ സെൻറ്ററിൽ പോയപ്പോൾ കിട്ടിയ ഈസ്റ്റർ ഗിഫ്റ്റ് ഒരു ഗുഡ് തോട്ട് പറയാം. ഇത് രണ്ടുമാണ് നമുക്കിന്ന് കിട്ടിയത്. ഇതെന്താണെന്നറിയില്ല, എന്തോ ഒരു സ്നാക്സാണോ, കഴിച്ചു നോക്കാം, പിടിച്ചിട്ട് കഴിക്കാം. ഇപ്പം ഇത് ഈ വർഷത്തെ ഈസ്റ്റർ ഗിഫ്റ്റാണ്. ഇത് രണ്ട് എനിക്കുണ്ട്, ചേച്ചിക്കുണ്ട്. ഇത് എൻ്റെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഈസ്റ്റർ എഗ്ഗില്ലേ, ഈസ്റ്റർ മുട്ട, അതിവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാ ഷോപ്പിലും കാണും. അത് ഈ കട ഞാൻ ചേച്ചി ഇതാ ഞാൻ കണ്ട ഒരു മിലൻ നല്ല രസമുണ്ടല്ലേ. എന്താ കോഴി വാലന അങ്ങനെ കണ്ടല്ലേ പേര്, കോഴി അതെന്തോ കോഴിപ്പപ്പം എങ്ങാണ്ട എൻ്റെ പേര്. ഓക്കെ വന്നില്ല അവരും. ഈസ്റ്ററായിട്ട് എന്താണ് ഇവിടെ സ്പെഷ്യൽ എന്ന് ശരിക്കും അറിയില്ല കേട്ടോ. അവിടെ ഈസ്റ്റർ എക്കിൻ്റെ ഗ്രീറ്റിംഗ് കാർഡ്സൊക്കെ ഉണ്ട്. വെയിറ്റ് ചെയ്തത്. അപ്പം നമ്മൾ പള്ളിയിൽ പോകും. പള്ളിയുടെ അടുത്തായിട്ടോ. സോറിടാ, ഞാനിട്ട് കുടുങ്ങി പോകും. വീഡിയോ എടുത്ത അവസാനം ഞാൻ എൻ്റെ തിടക്കുന്നു. ബാ നീ ഫ്രണ്ട് വാ, ഫ്രണ്ട് വാ. ഇവളുടെ പേര് ലക്ഷ്മി. നീ പരിചയപ്പെടുത്തുന്നത് തന്നെ പേര് പറ. ലക്ഷ്മി. അപ്പം നമ്മൾ പള്ളിയിൽ പോവുക. പള്ളിയിൽ ചെല്ലുമ്പം കാണിക്കാം. അപ്പം ഇതാണ് നമ്മുടെ പള്ളി. ഞാനിവിടെ 2-3 തവണ വന്നിട്ടുള്ളൂ. അധികം പോയേക്കുന്നത് അവിടെയുള്ള പള്ളിയിലാണ്.
ഇന്ന് അത്യാവശ്യം ഇവിടെ തിരക്കുണ്ടെന്ന് തോന്നുന്നു. സാധാരണ ഇവിടെ ഒരു ശാന്തത അനുഭവപ്പെടുന്നതാണ്. തിരക്കുണ്ടായതുകൊണ്ട് തന്നെ അകത്തിവർ കയറ്റുമോ എന്നറിയില്ല. ഈ പള്ളിയുടെ പുറകാലം കാണാൻ നല്ല രസമായിട്ട് കാണുക വെച്ചാൽ അതിൻ്റെ പുറകിലെ സൈഡിൽ റിവറാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഭംഗിയുണ്ട്. നല്ല വെയിലുണ്ടെങ്കിലും ഭയങ്കര തണുപ്പാട്ടവും നല്ലൊരു തണുക്കുന്നു. ഈ പള്ളിക്ക് പല എൻട്രൻസ് ഉണ്ട് കേട്ടോ. 2-3 എൻട്രൻസ് ഉണ്ട്. ഈ പള്ളിക്കകത്ത് തന്നെ 2 പള്ളിയായിട്ടെന്ന പോലെ തിരിച്ചേക്കണം. കാണിക്കാൻ പറ്റുമോ എന്നറിയില്ല. സാധാരണ പള്ളിയിൽ വെച്ച് ഷാളിട്ടിട്ടൊക്കെ കയറുന്നത്. ഇവൻ്റെ ഈ ഷാളില്ലല്ലോ ഗൈസ്. അച്ഛൻ തന്നെയാ. കയറാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ പുറകു ഭാഗം കേട്ടോ. ഒരു ഈസ്റ്റർ ആയോണ്ട് അകത്ത് കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയില്ല. നോക്കാല്ലേ. കുറച്ച് എന്നിട്ട് അച്ഛന്മാരെല്ലാം പള്ളിക്കകത്ത് കയറിയിട്ട് പോകും. ഇപ്പം ഇതാണ് ഇവിടുത്തെ എന്താ ചേച്ചി ഇതിനെ പറയാ? ബോട്ട് പോകുന്ന സ്ഥലത്തിന് എന്താ പറയാ? ബോട്ട് ജെട്ടി. എന്തോന്ന്? ഫെറി. ഓക്കെ. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാണല്ലോ അപ്പുറത്തെ ഐലൻഡിൽ ആൾക്കാർ താമസിക്കുന്നത്. അവർക്ക് സിറ്റി ഇവിടെയാണ് അവർക്ക് സ്ഥലങ്ങളിൽ സാധനമൊക്കെ കിട്ടാനും അവരുടെ എഡ്യൂക്കേഷനൊക്കെ വരും. അപ്പോൾ ഒരു വീക്കെൻഡിൽ അപ്പുറത്തെ സൈഡിൽ കൃഷി മാത്രം അല്ല അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം. അതുകൊണ്ട് തന്നെ അവർ ബോട്ടിലിങ് വരും. അപ്പോൾ അച്ഛന്മാരൊക്കെ വരുന്നു. എന്താണോ കുർബാന നല്ല ഉണ്ടോ എന്താണോ എന്തോ നമുക്ക് കയറി നോക്കാം. അകത്ത് ഫോൺ അലോട്ടഡല്ല എന്നാണ് എൻ്റെ വിശ്വാസം. നോക്കട്ടെ. അച്ഛന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരക്ക് പിടിച്ചെന്തോ ഓടുന്നുണ്ട്. കുർബാന എൻ്റെ പേര് ഇവിടെ ഒരു ചെറിയ ചാപ്പിൽ മെയിൻ പള്ളി മണ്ടയിലാണ്. എന്നാടാ എന്താ സംഭവം? എന്താ നടക്കുന്നുണ്ട്? മോളിൽ പോയൊരു പറഞ്ഞോ. പിന്നെ മുകളിൽ കുർബാന നടക്കുന്നതായിരിക്കും ടൈമായതുകൊണ്ട്. ഇവിടെ ലിഫ്റ്റ് ഉണ്ട് കേട്ടോ. താഴെ ചാപ്പിൽ ഞങ്ങൾ കാണിച്ചില്ലെങ്കിൽ കയറിയില്ല. എൻ്റെ മണ്ടയിൽ പ്രാർത്ഥന എങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. ആൾക്കാരെല്ലാം മണ്ടയിലോട്ട് പോകുന്നു. ഇപ്പോൾ എല്ലാം നമ്മൾ മണ്ടയിലോട്ട് പോകാട്ടോ. ഇവിടെ വീണ്ടും മണ്ടയിലോട്ട് കൺസ്ട്രക്ഷൻ നടക്കുക. വീണ്ടും ഇത് പണിയുവാണെന്നാണ്. ഇവിടെ എന്താ നടക്കുന്നുണ്ട് ഗൈസ്? അറിയത്തില്ല.
ഇത് തുറക്കാറില്ല. പെരുന്നാൾ അങ്ങനെ വല്ലതിനൊക്കെ ആയിരിക്കും അദ്ദേഹത്തിന് വരാനായിട്ട് അങ്ങോട്ടാണ് തുറന്നത്. ഓക്കെ, നമ്മള് എന്താ പള്ളിയിൽ പോയി നമ്മൾ തിരിച്ച് പോവുകയാണ്. ഞങ്ങൾ ആക്ച്വലി ഇതിൽ കയറിയിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഇതിൽ കയറുന്നത്. അപ്പോൾ പള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പള്ളിയിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്കൊരിടൊന്നും ഇല്ല അവിടെ. എന്തായാലും നമ്മൾ തിരിച്ചു പോകുകയാണ്. നമുക്കിനി ബസ് സ്റ്റോപ്പ് നോക്കട്ടെ. അപ്പം ലക്ഷ്മിക്ക് ഇവിടെ അടുത്താണ് ഹോസ്റ്റൽ. അപ്പോൾ ലക്ഷ്മി നടന്നു പോകും. നമ്മൾ ഹോസ്റ്റലിലോട്ടല്ല പോകണേ. നമുക്ക് ഈസ്റ്ററിന് കുറച്ച് സാധനം വാങ്ങാനുണ്ടായിട്ട് നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടി കടയിലോട്ട് ആദ്യം പോകും. അതിന് ശേഷം ഹോസ്റ്റലിൽ പോകും. ഈ വഴി നമ്മൾ വന്നിട്ടേ ഇല്ല. സി ഗേറ്റ് വഴി നമ്മൾ എൻ്റർ ചെയ്തിട്ടില്ല ആദ്യം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഈ പള്ളിക്ക് ഒരുപാട് എൻട്രൻസ് ഉണ്ട്. ഒന്നല്ല, ഒന്നിൽ കൂടുതൽ എൻട്രൻസ് ഉണ്ട്. അത് വേറൊരു എൻട്രൻസ് ആണ് ഇതിൻ്റെ. പള്ളിയുടെ ഇതിലേ വേണമെങ്കിലും ഫ്രണ്ടായിട്ട് വിചാരിക്കാം, വേണമെങ്കിൽ ഇതിനെ ഈ ഭാഗം ഫ്രണ്ടായിട്ട് വിചാരിക്കാം. ഇപ്പം നമ്മൾ ഇറങ്ങി വന്നിട്ട് ഫ്രണ്ടായിട്ട് വിചാരിക്കാം.